വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദിൻ. അങ്ങനെ അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ കേട്ടറ്റ് എക്സാം കഴിഞ്ഞ് ഏകദേശം ഒരു 5-6 മാസമൊക്കെ ആകുമ്പോഴാണ് അടുത്തൊരു കേട്ടറ്റ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് എന്ന് പറയുന്നത് കേട്ടറ്റ് 2025 ഡിസംബറിലത്തെ സൈക്കിളായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു കേട്ടറ്റ് എക്സാം പ്രതീക്ഷിക്കുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ 5-6 മാസത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ജൂൺ ജൂലൈയോട് കൂടിയിട്ടാണ് നമുക്ക് അടുത്ത എക്സാം വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പോൾ എക്സാം കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയും നമുക്ക് ഏകദേശം കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ എത്രയൊക്കെ കറക്ഷൻസ് വന്നു കഴിഞ്ഞാലും ഞാൻ കഴിഞ്ഞ തവണത്തെ കേട്ടറ്റ് ക്ലിയർ ആവില്ല എന്ന് ഉറപ്പുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ അതുവരെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതിപ്പോൾ കുറച്ചാണെങ്കിലും അതെന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചില്ലെങ്കിൽ അതെന്ത് സംഭവിക്കും, നമ്മൾ മറന്നുപോകും. അത് നമ്മൾ പിന്നെയും എന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കേട്ടറ്റ് ക്ലിയർ ആക്കാൻ പറ്റാത്ത കുട്ടികൾ അടുത്ത കേട്ടറ്റ് എക്സാമിൽ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ട് കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കേട്ടറ്റ്, എങ്ങനെ പഠിക്കണം എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, സിലബസിന് നമ്മുടെ കേട്ടറ്റിന് എന്തുണ്ട്, കൃത്യമായിട്ടൊരു സിലബസ് ഉണ്ട്. ആ സിലബസിന്റെ ബേസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിച്ചു തുടങ്ങാനായിട്ട്. സിലബസ് കാണാതെ അവർ പറഞ്ഞു ഇന്നത് പഠിക്കാനുണ്ട്, ഇവർ പറഞ്ഞു ഇന്നത് പഠിക്കാനുണ്ട്, ഞാൻ വീഡിയോസ് നോക്കിയപ്പോൾ ഇന്നത് പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യരുത്, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇരുന്ന് പഠിക്കരുത്. വളരെ ക്രിസ്പായിട്ടുള്ള രീതിയിൽ, വളരെ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. സിലബസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ആ സിലബസിൽ തന്നെ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അറിയാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പം അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച സമയം കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്, നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത കോൺസെപ്റ്റുകൾ ആദ്യം പഠിക്കുക. പതുക്കെ എന്ത് ചെയ്യാം, നമുക്കറിയാവുന്ന കാര്യങ്ങളിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ലൈവ് ബാച്ച് സൈലം ടീച്ചിങ് എക്സാംസിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കേട്ടറ്റ് കാറ്റഗറി 1-നും കേട്ടറ്റ് കാറ്റഗറി 2-നും അതേപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 മാത്സും ഇംഗ്ലീഷ് ബാച്ചുകളാണ് നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കുന്നത്. ഏപ്രിൽ 1-ാം തീയതി മുതലാണ് നമ്മൾ ബാച്ചുകൾ ആരംഭിക്കുന്നത്. ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ബാച്ചുകളാണ് അല്ലേ. ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ടീച്ചേഴ്സാണ്. ഒരു കുട്ടി നേരിട്ട് ഒരു ലൈവ് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതും റെക്കോർഡഡ് ക്ലാസ് കണ്ട് പഠിക്കുന്നത് തമ്മിൽ എന്തുണ്ട്, നല്ല വ്യത്യാസമുണ്ട് അല്ലെ. രണ്ടിനും എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. എന്നിരുന്നാലും ലൈവ് ബാച്ചുകളാകുമ്പോൾ കുട്ടികൾക്ക് അവിടെ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അവരുടെ ഡൗട്ടുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ക്ലിയർ ആക്കിക്കൊണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് ബാച്ചുകളാണ് നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1-ന് 1999-നും കേട്ടറ്റ് കാറ്റഗറി 2-ന് 2499-നും കേട്ടറ്റ് കാറ്റഗറി 3-ക്ക് 3499-നും ആണ് നമ്മുടെ ഫീ വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യാം, കേട്ടറ്റ് എക്സാം എനിക്ക് അടുത്ത കേട്ടറ്റ് എന്തായാലും കിട്ടണം എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് പോന്നോളാം. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടറ്റ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഉറപ്പായിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന കേട്ടറ്റ് തന്നെ നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സൈക്കോളജി അല്ലെ. സാധാരണഗതിയിൽ ചില കുട്ടികൾക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില കുട്ടികൾക്ക് ഇപ്പോൾ ഒരു പഠിച്ചിറങ്ങി കുറച്ച് ഗ്യാപ്പൊക്കെ വന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈക്കോളജി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ സൈക്കോളജിയിലെ ഒരു 30 മാർക്ക്, അതല്ലെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 3-ലാണെങ്കിൽ ഒരു 40 മാർക്ക് ഉറപ്പിക്കാനായിട്ടുള്ള വളരെ പക്കയായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് നോക്കാം. പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അല്ലേ. അപ്പോൾ പഠനം അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്, ഷെയർ ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ ആ കാര്യം കൂടെ മനസ്സിൽ വെക്കാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a teacher notices that a student is struggling to solve a complex maths problem. The teacher provides a small hint about the first step and the student is then able to complete the entire problem. According to Vygotsky, this assistance is known as. ഇവിടെ എന്താണ്, കുറച്ചൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ഇപ്പോൾ എക്സാമിന് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. പക്ഷെ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതൊരു അപ്ലിക്കേഷൻ ലെവൽ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി എന്ത് ചെയ്യാണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാത്സിലെ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ടീച്ചർ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഹിന്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ആ ഒരു ഹിന്റ് കിട്ടുന്നത് കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു മാത്സിലെ പ്രോബ്ലം ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നു. വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെ ടീച്ചർ കൊടുക്കുന്ന ആ അസിസ്റ്റൻസ് അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇക്വിലിബ്രേഷൻ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, സ്കഫോൾഡിംഗ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഇവിടെ ടീച്ചർ കൊടുക്കുന്ന അസിസ്റ്റൻസ് ഏതാണ്? ഇക്വിലിബ്രേഷൻ ആണോ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ, സ്കഫോൾഡിംഗ് ആണോ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണോ? നമുക്കറിയാം സൈക്കോളജിയിൽ ഈ 4 കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സ്കഫോൾഡിങ് അല്ലേ? കുട്ടീനേക്കാൾ കൂടുതൽ നോളജബിൾ ആയിട്ടുള്ള ഒരാൾ കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് അല്ലേ? അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കല്ല, ചെറിയ ചെറിയ ഹിന്റുകൾ കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്കഫോൾഡിങ്, കൈത്താങ് നൽകുക എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A child sees a zebra for the first time and calls it a horse with stripes. According to Piaget, which cognitive process is the child primarily using? ഇതും എന്ത് തന്നെയാണ്, ചെറിയ രീതിയിൽ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി ആദ്യമായിട്ട് ആരെ കാണുകയാണ്? സീബ്രേനെ കാണുകയാണ്. അപ്പോൾ ഈ സീബ്രേനെ കാണുന്ന സമയത്ത് കുട്ടി പറയുന്നത് എന്താണ്? എ ഹോഴ്സ് വിത്ത് സ്ട്രൈപ്സ് അല്ലെ? എന്താണ് ആ കാണുന്നത്? എന്താണ്? നിറയെ വരകളുള്ള ഒരു കുതിരയാണ് എന്നുള്ള രീതിയിൽ കുട്ടി എന്ത് ചെയ്യുന്നു? ആ കണ്ട കാര്യത്തിന് അല്ലെങ്കിൽ സീബ്രേനെ ആ ഒരു രീതിയിലാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനെ പറയുന്നത്. അപ്പൊ പിയാഷെയുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെ ഏത് തരത്തിലുള്ള കൊഗ്നിറ്റീവ് പ്രോസസ് ആണ് നടന്നിട്ടുള്ളത്? അക്കോമഡേഷൻ, ഒബ്ജക്ട് പെർമനൻസ്, കൺസർവേഷൻ, അസിമിലേഷൻ. സീബ്രേനെയാണ് കണ്ടത്, പക്ഷെ കുട്ടി പറയുന്നത് എന്താണ്? ഹോഴ്സ് വിത്ത് സ്ട്രൈപ്സ് അല്ലെ? വരകളുള്ള കുതിരയാണ് അത് എന്നുള്ള രീതിയിൽ. അപ്പൊ കുതിര ചിലപ്പോൾ എന്താണെന്ന് ചിലപ്പോൾ കുട്ടിക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ സീബ്രനെ കുട്ടി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുട്ടിക്ക് അറിയാവുന്ന കാര്യം വെച്ച് കുട്ടി എന്ത് ചെയ്തു? ആ കണ്ട സീബ്രയ്ക്ക് ഒരു പേര് കൊടുത്തു അല്ലെ? ആ പ്രോസസ്സ് ഏതാണ്? ആ കൊഗ്നിറ്റീവ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? അസിമിലേഷൻ അല്ലെ? എക്സിസ്റ്റിംഗ് നോളജ് വെച്ച് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി റൈറ്റ് ഓർ ഇറ്റ് മേ ബി റോങ്. അത് ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റുമാകാം. ഓക്കെ, next question. In a classroom, a teacher allows students to choose between writing an essay, creating a poster, or performing a skit to demonstrate their understanding of a story. This approach best supports which theory? ഇതും ചെറിയൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമുക്കറിയാം കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക ചോദ്യങ്ങളും ഇപ്പം എന്തായിട്ട് മാറിയിട്ടുണ്ട്? ആപ്ലിക്കേഷൻ രീതിയിലാണ് ചോദിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഡയറക്റ്റ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എന്താണ്? ടീച്ചർ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ കഥ എത്രത്തോളം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ കഥേനെ കുറിച്ച് നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്തോളൂ? ഒരു എസ്സേ നിങ്ങൾ എഴുതിക്കോളൂ, അതല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തോളൂ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മനസ്സിലായിട്ടുള്ള കാര്യത്തിൽ നിന്നും ഒരു സ്കിറ്റ് നിങ്ങൾ പെർഫോം ചെയ്തോളൂ. അപ്പൊ ഇങ്ങനെ 3 ഓപ്ഷൻസ്, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഏത് തിയറീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ടീച്ചർ ഇങ്ങനെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്, സോഷ്യൽ ലേണിംഗ് തിയറി, മൾട്ടിപ്പിൾ ഇന്റലിജൻസസ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. ഏതാണ് വരുന്നത്? കുട്ടികൾക്ക് എത്രത്തോളം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എസ്സേ രൂപത്തിൽ പ്രസന്റ് ചെയ്യാം, സ്കിറ്റിന്റെ രൂപത്തിൽ പ്രസന്റ് ചെയ്യാം, പോസ്റ്ററിന്റെ രൂപത്തിൽ പ്രസന്റ് ചെയ്യാം. പല രീതിയിൽ അല്ലെ? കുട്ടികൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മൾട്ടിപ്പിൾ ഇന്റലിജൻസസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് അല്ലെ? ഒരു ഇൻഡിവിജ്വലിന് പലതരത്തിലുള്ള ഇന്റലിജൻസസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ ഏതാണോ അവർക്ക് കൺവീനിയന്റ് ആയിട്ട് വരുന്നത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡന്റ് സ്റ്റോപ്സ് മിസ്ബിഹേവിംഗ് ഇൻ ക്ലാസ് because they see a classmate lose their research privileges for the same behavior. This is an example of. ഇവിടെ എന്താണ് വരുന്നത്? ഒരു കുട്ടി
എന്ത് ചെയ്യാണ്? മിസ്ബിഹേവ് ചെയ്യുന്നത് നിർത്തുന്നു. കാരണമായിട്ട് പറയുന്നത് എന്താണ്? ബിക്കോസ് ദേ സീ എ ക്ലാസ്മേറ്റ് ലോസ് ദെയർ റെസസ് പ്രിവിലേജസ് ഫോർ ദ സെയിം ബിഹേവിയർ. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, എനിക്കിങ്ങനെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് വർത്തമാനം പറയുക അല്ലെങ്കിൽ അപ്പുറത്തോനെ തോണ്ടി ഇപ്പുറത്തോനെ തോണ്ടി ഇരിക്കുന്ന എന്താണ്, ഒരു മിസ്ബിഹേവിയർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി, അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ മിസ്ബിഹേവിയർ നിർത്തുന്നു. കാരണം എൻ്റെ അപ്പുറത്തിരിക്കുന്നവനും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ സെയിം കാര്യം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഈ കാര്യം ചെയ്തപ്പോൾ ടീച്ചർ അവന് എന്ത് ചെയ്യാണ്, അവന് കൊടുക്കുന്ന ചില പ്രിവിലേജസ്, ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക, മിഠായി കൊടുക്കുക, അങ്ങനെയുള്ള ചില പ്രിവിലേജസ് ടീച്ചർ എന്ത് ചെയ്യുന്നു, അവനിൽ കട്ടാക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിത് കാണുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനും എന്ത് ചെയ്യണം, അവൻ ചെയ്തായിരുന്ന പോലെ ഇനിയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്കും വരും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് വർത്തമാനം പറയുന്നത് ഞാൻ നിർത്തുന്നു. ഇവിടെ എനിക്ക് ഡയറക്റ്റായിട്ട് എന്ത് കിട്ടുന്നില്ല, യാതൊരു പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ കിട്ടുന്നില്ല. കിട്ടുന്നത് വേറൊരാൾക്കാണ്. അവൻ അത് കിട്ടിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മിസ്ബിഹേവിയർ ഞാൻ നിർത്തുന്നു. ഇവിടെ ഏത് തരത്തിലുള്ള കോൺസെപ്റ്റാണ് വരുന്നത്? വൈഗേരിയസ് പണിഷ്മെൻറ്റ്, ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഏതാണ് വരുന്നത്? വിഗേരിയസ് പണിഷ്മെന്റ് ആണ് അല്ലെ, വിഗേരിയസ് പണിഷ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ വിഗേരിയസ് റീഇൻഫോഴ്സ്മെന്റ് പഠിക്കുന്നുണ്ട് അല്ലെ. വിഗേരിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഒരു തേർഡ് പേഴ്സന്റെ ബിഹേവിയറിൽ നിന്നും മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയാറുള്ളത്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി എന്താണ്, നല്ലപോലെ പഠിക്കും, അവൾക്ക് നല്ല മാർക്കാണ് എല്ലാത്തിനും കിട്ടുന്നത്. അപ്പോൾ അവൾക്ക് എല്ലാത്തിലും നല്ല മാർക്ക് കിട്ടുന്നത് കൊണ്ട് പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെ പ്രോത്സാഹനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചേച്ചി നല്ലപോലെ പഠിച്ചതുകൊണ്ട് അവൾക്ക് നല്ല രീതിയിലുള്ള സമ്മാനങ്ങൾ കിട്ടുന്നു, അപ്രിസിയേഷൻസ് കിട്ടുന്നു. അപ്പം ചേച്ചീനെ കണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനും നല്ലപോലെ പഠിക്കുന്നു. ഇവിടെ എനിക്ക് എന്ത് കിട്ടുന്നില്ല, എനിക്ക് ഡയറക്റ്റായിട്ട് സമ്മാനങ്ങളോ അപ്രിസിയേഷൻസോ കിട്ടുന്നില്ല, കിട്ടുന്നത് ഫുള്ള് ചേച്ചിക്കാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്, ചേച്ചിയുടെ ആ ബിഹേവിയർ ഞാൻ മോഡലിംഗ് ചെയ്യുന്നു. ഇതാണ് വിഗേരിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇത് വിഗേരിയസ് പണിഷ്മെന്റ് ആണ്. വേറൊരാൾക്ക് പണിഷ്മെന്റ് കിട്ടിയത് കൊണ്ട് ഞാൻ അത്തരത്തിലുള്ള മിസ്ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യുന്നു. Next question. During a science experiment, a student realized that their initial hypothesis was wrong and modifies their thinking to include new data. This Piagetian process is called. ഇതും പിയാഷയുടെ ഒരു കോൺസെപ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സയൻസ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് കുട്ടി എന്ത് റിയലൈസ് ചെയ്യാണ്, എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഹൈപ്പോത്തസിസ് അത് റോങ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പുതിയ ചില ഡാറ്റനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എൻ്റെ ഹൈപ്പോത്തസിസിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നു. പിയാഷയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇത് ഏത് പ്രോസസ്സാണ്? ഈഗോ സെൻട്രിസം, സെൻട്രേഷൻ, അസിമിലേഷൻ, അക്കോമഡേഷൻ. ഇവിടെ എന്താണ് വരുന്നത്? എക്സിസ്റ്റിംഗ് നോളജിൽ അല്ലെ, എക്സിസ്റ്റിംഗ് നോളജ് വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്തത്, ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഹൈപ്പോത്തസിസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ എക്സ്പെരിമെന്റിന്റെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ എന്ത് മനസ്സിലാക്കുകയാണ്, എൻ്റെ ഹൈപ്പോത്തസിസിൽ തെറ്റുകളുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ആ തെറ്റുകൾ മാറ്റിയിട്ട് പുതിയ ചില കാര്യങ്ങളെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു, പുതിയ ചില ഡാറ്റ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? അക്കോമഡേഷൻ അല്ലെ, അക്കോമഡേഷൻ. ഓക്കെ, അപ്പോൾ അക്കോമഡേഷൻ ആണ് നിലവിലുള്ള സ്കീമയിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നു, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ആഡ് ചെയ്യുന്നതൊക്കെ അക്കോമഡേഷൻ എന്ന് പറയുന്ന കൊഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടീച്ചർ യൂസസ് ടോക്കൺസ് ദാറ്റ് സ്റ്റുഡൻസ് can earn for good behavior and later exchange for small prizes. This classroom management strategy is based on. എന്താണ് പറയുന്നത്? ഒരു ടീച്ചർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, ഗുഡ് ബിഹേവിയർ കാണിക്കുന്ന കുട്ടികൾക്ക് എന്ത് കൊടുക്കുകയാണ്, ചില ടോക്കൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ സമ്മാനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് സ്ട്രാറ്റജി ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ഗുഡ് ബിഹേവിയറിന് ടീച്ചർ ഒരു ടോക്കൺ കൊടുക്കുന്നു, ആ ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ പ്രൈസസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നു. ഇത് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണോ, ഡിസ്കവറി ലേണിംഗ് ആണോ, ഹ്യൂമനിസ്റ്റ്
ഹ്യൂറിസ്റ്റിക് സൈക്കോളജി ആണോ ജസ്റ്റാൾട്ട് സൈക്കോളജി ആണോ? ഏതാണ് വരുന്നത് ഇവിടെ? കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഏതായിരിക്കും? നല്ല ബിഹേവിയറിന് ടോക്കൺസ് കിട്ടുന്നു, ടോക്കൺസ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കിട്ടുന്നു. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലേ? ഇവിടെ കൊടുക്കുന്നത് എന്താണ്? കുട്ടികൾ നല്ല പോലെ എന്ത് ചെയ്യണം? ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ട റെസ്പോൺസ്. ആ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കുട്ടികൾക്ക് ടോക്കൺസ് കൊടുക്കുന്നത് അല്ലേ? ആ ടോക്കൺസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടോക്കൺസ് എന്ന് പറയുന്ന ഒരു തരത്തിൽ എന്താണ്? റീഎൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എത്രത്തോളം ടോക്കൺ കിട്ടുന്നുണ്ട് അത്രത്തോളം എനിക്ക് സമ്മാനങ്ങൾ കിട്ടും. അപ്പോൾ കുട്ടികൾ ടോക്കൺ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? നല്ലപോലെ ബിഹേവ് ചെയ്യും. നമുക്ക് വേണ്ട കാര്യം അവിടെ കിട്ടുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എന്താണ്? കുട്ടികളും അവിടെ ഹാപ്പിയാണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്റ്റിമുലസ് കൊടുക്കുന്നത് അല്ലേ? ഡയറക്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. Next question, which level of Kohlberg's moral development is a student at if they follow school rules primarily to avoid getting a detention? മോറൽ ഡെവലപ്മെന്റ് ആണ്. മോറൽ ഡെവലപ്മെന്റിൽ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കുട്ടി സ്കൂളിലെ റൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ഗെറ്റിംഗ് ഡിറ്റൻഷൻ. ഡിറ്റൻഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? സ്കൂൾ റൂൾസ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു മിഠായി കഴിച്ചു കഴിഞ്ഞാൽ ആ മിഠായി കവറ് അല്ലേ, അതെന്താണ്? ഒരു പ്ലാസ്റ്റിക് ആണ്. ആ കവറ് എന്ത് ചെയ്യാനായിട്ട് പാടില്ല? കോമ്പൗണ്ടിൽ ഇടാൻ പാടില്ല. കോമ്പൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അതിനൊരു പണിഷ്മെന്റ് കിട്ടും. സോ ഇവിടെ കുട്ടി എന്താ ചെയ്യുന്നത്? ആ ഒരു പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലെ റൂള് ഫോളോ ചെയ്യുന്നു. ഇത് ഏത് ലെവലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? നോൺ കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. ഇവിടെ ഏതാണ് ആൻസർ വരിക? If they follow school rules primarily to avoid getting a detention, that is related to conventional morality അല്ലെ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സൊസൈറ്റിയിൽ ഇങ്ങനെയാണ് റൂൾസ് ഉള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. അത് ഫോളോ ചെയ്യണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് അതാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഓക്കെ, ഡിറ്റൻഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കൂൾ റൂൾസ് ഫോളോ ചെയ്യുന്നു. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, a student is very good at identifying different species of plants and animals during a field trip. According to Gardner, this student likely possesses high. ഇവിടെ എന്താണ്? ഒരു കുട്ടി ഒരു ഫീൽഡ് ട്രിപ്പിന് പോയപ്പോൾ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള സ്പീഷ്യസിനെയും പലതരത്തിലുള്ള ചെടികളെയും ആനിമൽസിനൊക്കെ എന്ത് ചെയ്യാണ്? ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഗാർഡനറിന്റെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് ആ കുട്ടിയിലുള്ള ഇന്റലിജൻസ് ഏതായിരിക്കും? ഏത് ഇന്റലിജൻസ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്? എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇവിടെ ഏതാണ് ആൻസർ വരിക? നാച്ചുറൽ ആണ് അല്ലേ? കാരണം എന്താണ്? ഒരു ഫീൽഡ് ട്രിപ്പ് പോകാന്ന് പറയുമ്പോൾ തന്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടിക്ക് ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുകയാണ്. അപ്പം അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള സ്പീഷ്യസിനെയും പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ട്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ് കൂടുതൽ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a teacher provides a finished example of a project before students start their own, they are using which instructional strategy? ഇവിടെ ഒരു ടീച്ചർ എന്ത് ചെയ്യാണ്? കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ കുട്ടികൾ വളരെ സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ടീച്ചർ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ചെയ്യണം, അതേപോലെ തന്നെ പ്രൊജക്റ്റിന്റെ ഓർഡർ എന്താണ്, ഏതൊക്കെ രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യണം, ഏത് രീതിയിൽ അത് സോൾവ് ചെയ്യണം, കൺക്ലൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കണം, റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത്. ഇവിടെ ഏത് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ് ടീച്ചർ യൂസ് ചെയ്യുന്നത്? ബ്രെയിൻ സ്റ്റോമിംഗ്, മോഡലിംഗ്, പണിഷ്മെന്റ്, റോട്ട് ലേണിംഗ്. ഏതായിരിക്കും വരുന്നത്?
മോഡലിംഗ് ആണ് അല്ലേ. ഒരു മോഡൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ടീച്ചർ പറയാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് വരേണ്ടത്, അതിൽ ഇന്ന കാര്യങ്ങൾ കൊടുക്കണം, അത് കഴിഞ്ഞ് കോണ്ടന്റ് ഏരിയയിലോട്ട് പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ വരണം, ഡാറ്റ ഇങ്ങനെ കളക്ട് ചെയ്യണം, ഇന്ന രീതിയിൽ ഡാറ്റ അനലൈസ് ചെയ്യേണ്ടതുണ്ട്, കൺക്ലൂഷൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മോഡലിംഗ്. Last question. A student feels a sense of pride and competence after successfully completing a difficult classroom task. According to Erikson, which stage of psychosocial development is this student likely in? ഇവിടെ ഒരു കുട്ടി എന്താണ് വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്, ക്ലാസ് റൂമിൽ കൊടുത്തൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എറിക്സന്റെ പേഴ്സ്പെക്റ്റീവിൽ ആ കുട്ടി ഏത് സ്റ്റേജിലായിരിക്കും ഉൾപ്പെടുന്നത്? ആ കുട്ടിക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, സ്റ്റുഡൻറ് ഫീൽസ് എ സെൻസ് ഓഫ് പ്രൈഡ് ആൻഡ് കോമ്പീറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഏതാണ് വരിക ഇവിടെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ക്ലാസ് റൂമിൽ ടീച്ചർ കൊടുത്ത ടാസ്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കുട്ടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് വരുന്നത് എന്താണ്, ഒരു പ്രൈഡാണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അല്ലേ. പുതിയ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, സക്സസ് ആകുമ്പോൾ ഇൻഡസ്ട്രി ആവുന്നു. ഇനി അതല്ല, ടീച്ചർ കൊടുത്ത ടാസ്ക് കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെന്തിലേക്ക് മാറും, ഒരു ക്രൈസിസ് സ്റ്റേജിലോട്ട് മാറും. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻഫീരിയോറിറ്റി. ഓക്കെ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി, അത് നമ്മുടെ എറിക്സണിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, കേട്ടഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തുമ്പോൾ PYQs നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ലൈവ് ബാച്ചുകളിൽ നമ്മൾ ഓരോരോ കോൺസെപ്റ്റും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള PYQസും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും, ഏത് രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത കേഡറ്റ് എക്സാം എനിക്ക് ഉറപ്പായിട്ട് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നമ്മുടെ ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ടൈം ടേബിളിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കേഡറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം, റിവിഷൻസ് നടത്താം. വളരെ സ്മൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വഴിയിൽ കൂടെ നമുക്ക് ഈ വരുന്ന കേട്ടിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മുന്നിൽ അത്യാവശ്യം സമയമുണ്ട്. അവസാന സമയത്ത് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരായിരിക്കും. കാരണം അവസാന സമയമൊക്കെ ആകുമ്പോഴേക്കും അതൊരു റിവിഷൻ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ തുടക്കത്തിലെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ യൂസ്ഫുൾ ആയിട്ട് വരിക. ഇനി ലൈവിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ആ ലൈവിൻ്റെ റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരെയും നമുക്ക് ലൈവിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണെങ്കിലും അടുത്ത കേറ്ററ്റിന് വേണ്ടിയിട്ട് പഠിക്കുക. കേറ്ററ്റ് ഒരു നിർബന്ധിത യോഗ്യതയാണ്, അത് ഉറപ്പായിട്ടും നേടണം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വരും വീഡിയോസിൽ നമുക്ക് ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേഷൻസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.